ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. സാധാരണ വെള്ളിയാഴ്ച നമ്മൾ വെട്ടുകാട് പള്ളിയിലാണ് പോണത്. ഇന്ന് അങ്ങോട്ട് പോയില്ല. ഇന്ന് പ്ലാൻ മാറ്റിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന്. പ്ലാൻ ബി ആണ് കേട്ടോ. പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പം നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയതാണ്. തിരുമല ഒരു ഹോട്ടലിലാണ് കേട്ടോ പോയത്. ദോശയാണ്, ലൈറ്റായിട്ടാണ് കേട്ടോ കഴിച്ചത്. ദോശയും ചില്ലി ചിക്കനുമാണ് കേട്ടോ കഴിച്ചത്. അത്ര പോരാ, എന്നാലും കുഴപ്പമില്ല. വാങ്ങിച്ചതല്ലേ, കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വിശപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വിശന്നതെ അപ്പം കഴിക്കാൻ കയറും. ഇല്ലെങ്കിൽ ഒരാൾ കഴിച്ചില്ലേ ബാക്കി ആരും കഴിക്കുകയില്ല. എന്തിനു വെറുതെ പിണക്കണ്ടെന്ന് കരുതി കയറി കഴിച്ച്. അങ്ങനെ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിച്ചെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആദ്യം എടുത്ത് കമത്തിയ ഗ്രേവി കൊള്ളില്ലായിരുന്നു കേട്ടോ. അത് മാറ്റി വയ്ക്കുകയും ചെയ്തേ. പിന്നെ ഇന്ന് ഞാൻ വേറെ പ്രത്യേകിച്ച് വീഡിയോസൊന്നും എടുത്തില്ല. അപ്പം ഞാൻ കഴിക്കണതിൻ്റെ വീഡിയോ നല്ല രീതിയിൽ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ എന്നെ ഒരു നോട്ടം നോക്കി കേട്ടോ. ആ നോട്ടത്തിൻ്റെ തിരിച്ച് നോട്ടം ഞാൻ ഇടയ്ക്ക് ഇതിൽ നോക്കണുണ്ട്. ഞാൻ അവിടെ എത്തുമ്പോൾ പറയാമേ. ചേട്ടൻ മനസ്സിൽ വിചാരിക്കണം, ദൈവമേ അവൾക്ക് വീഡിയോ എടുത്ത് ഭ്രാന്തായ എന്ന് വിചാരിക്കണം. എനിക്ക് ഭ്രാന്തും വട്ടൊന്നുമില്ല കേട്ടോ. ചില കമൻസൊക്കെ വരുന്നുണ്ട്, അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണം. ഇപ്പോഴാണ് കേട്ടോ സംഭവം. അപ്പോഴും ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയണം, ചേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇന്ന് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല, അതിൻ്റെ ഇതുകൊണ്ടാണെന്ന്. ചേട്ടനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുക. ഈ കാണുന്ന നിങ്ങളെയൊക്കെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ ചായ ഒഴിവാക്കി. ഇന്ന് ജ്യൂസായിരുന്നു കേട്ടോ. ഞാൻ പൈനാപ്പിൾ ജ്യൂസാണ് വാങ്ങിച്ചത്. ചേട്ടനൊക്കെ ലൈമാണ് വാങ്ങിച്ചത്. ലൈം കൊള്ളൂല, കയ്പ്പായിരുന്നു എന്നൊക്കെ പറയണം. പിന്നെ ഇത് പരിചയമുള്ളൊരു ഹോട്ടലും കൂടിയാണ്, അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിന്നില്ല. അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർ വേറെ അടിച്ച് തരാമെന്ന് പറഞ്ഞു. പിന്നെ സമയം താമസിക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് ഇറങ്ങിയായിരുന്നേ. കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പട്ടാളക്കാരനെ കണ്ട് ആയിഷ അങ്ങേരെ നേരെ ചെന്ന് പറഞ്ഞു, അച്ഛാ പട്ടാളക്കാരനെന്ന്. അങ്ങേര് നോക്കി ചിരിക്കുകയും ചെയ്തു. അങ്ങേര് കാണാതെ വിളിച്ചിരുന്നാണ് കേട്ടോ പട്ടാളക്കാരൻ്റെ വീഡിയോ എടുത്തത്. അവിടെ നിന്ന് നേരെ ഇറങ്ങി അതിൻ്റെ തൊട്ടടുത്തൊരു ലൈലാക്ക് ബേബി വേൾഡ് ലേഡീസിൻ്റെതെന്നും പറഞ്ഞുകൊണ്ടൊരു ഷോപ്പേ. ഞാൻ ഇൻസ്റ്റയിൽ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അന്ന് ഓഫർ നടക്കുന്ന ടൈമിലാണ് ഇത് ഇട്ടിരുന്നത്. പക്ഷെ അന്ന് പോകാൻ പറ്റിയില്ല. ഇന്ന് ആ ഓഫറിൻ്റെ എന്തെങ്കിലും കാണും എന്ന ലക്ഷ്യം വെച്ചാണ് ചെന്ന് കയറി കൊടുത്തത്. അവിടെ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. പക്ഷേ സാധാരണ കടകളെ അപേക്ഷിച്ച് അവിടെ അത്യാവശ്യം റേറ്റ് കുറവുണ്ട് കേട്ടോ, നല്ല രീതിക്ക്. ഞാൻ ഒരുവിധം ഓട്ടിച്ച് ഒന്ന് എല്ലായിടത്തും നോക്കിയായിരുന്നു. ചേട്ടൻ ഒരു ടാസ്ക് പോലെയാണ് ഒന്ന് കയറ്റി വിട്ടത്. പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വാടിയെന്ന് പറഞ്ഞു. ഒരു 15 മിനിറ്റോടെ ഞാൻ അതിനകത്ത് മൊത്തം ചുറ്റി നോക്കി. ചെറിയൊരു സ്പേസേ ഉള്ളൂ കേട്ടോ, എന്നാൽ അതിനകത്ത് കൊള്ളണ എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി വെട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇതാണ് സംഭവം. ഞാൻ വാങ്ങിച്ച സാധനം കാണിച്ചു തരാം കേട്ടോ. ഈ കടയുടെ പേര് ലൈലാക്ക് ബ്യൂട്ടി വേൾഡ് എന്ന് അങ്ങനെ എങ്ങാണ്ടാണ്. ഇതിൽ നിങ്ങൾ വീഡിയോ ഒന്നും കൂടെ കണ്ടു നോക്കിയാൽ മതി. ഇനി എനിക്ക് നോക്കിയിട്ട് പറയാൻ വയ്യ, അതുകൊണ്ടാണ്. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച കമ്മൽ. 59 രൂപയായിരുന്നു. അതിൽ താമര ഒക്കെ ഉണ്ട്, 4 താമരയുണ്ട് കണ്ടോ. പിന്നെ ആ ഒരു കൂട്ടെക്സ് വാങ്ങിച്ചു. അപ്പം ഇത്ര ഉള്ളു കേട്ടോ. ഇതെല്ലാം വാങ്ങിച്ചത് നമ്മൾ 7 മണിക്ക് മുമ്പ് വീടെത്തി. ചേട്ടന് ജിമ്മിൽ പോകണമായിരുന്നു, അതുകൊണ്ട് അടിച്ചോട്ടിച്ച് തിരികെ കൊണ്ടുവന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബായ്.